ദ ക്യൂബ് റൂട്ട് ഓഫ് 50 653. അപ്പൊ 50 653യുടെ ക്യൂബ് റൂട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ എക്സാമിന് നമുക്ക് നമ്മൾ സ്ക്വയർ റൂട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അങ്ങനെയൊന്നും ഇല്ല. ബൈ അസംഷൻ ഓൺലി വി ക്യാൻ ഏബിൾ ടു റൈറ്റ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ യൂണിറ്റ് പ്ലേസ് നോക്കും. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ എക്സാം എഴുതണോ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് നമുക്ക് ക്യൂബ്സ് അറിയാം. 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്, 5 ക്യൂബ് എത്രയാ 125 ആണ് അല്ലെ. 6 ക്യൂബ് 216 ആണ്, 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്, 8 ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്, 9 ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്, 10 ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്. മിനിമം 10 വരെയുള്ള നമ്മൾ പഠിച്ചു വെക്കാം. ഇത് എന്താ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇത്രയും എഴുതിയെങ്കിലും നമ്മുടെ ആവശ്യം ഇതിനകത്തുള്ള യൂണിറ്റ് പ്ലേസസ് ആണ് ആവശ്യം. യൂണിറ്റ് പ്ലേസ് പറയുമ്പോൾ 1ന്റെ യൂണിറ്റ് പ്ലേസ് 1 തന്നെ, 2ൻ്റെത് 8, 3യുടേതാണ്ടോ 7, 4ൻ്റെത് 4 അല്ലെ, 5ൻ്റെത് 5. അപ്പൊ 1 വന്നാൽ 1's പ്ലേസ് 1 തന്നെ, 2 വന്നാൽ 8 ആണ്, 3 വന്നാൽ 7 ആണ്, 4 വന്നാൽ 4 ആണ്, 5 വന്നാൽ 5 ആണ്, 6 വന്നാൽ 6 ആണ്, 7 വന്നാൽ 3 ആണ്, 8 വന്നാൽ 2 ആണ്, 9 വന്നാൽ 9 ആണ്. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒരു നമ്പർ കണ്ടാൽ അതിന്റെ 1's പ്ലേസിൽ എന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇവിടെ 3 എന്ന് കണ്ടപ്പോഴത്തേക്കും ഏത് വന്നാലേ അവിടെ 3 വരുള്ളൂ. ഏതിനാ 3യുടെ യൂണിറ്റ് പ്ലേസ് 7 ആണല്ലേ. അപ്പൊ 7 വന്നാലേ അവിടെ എന്ത് വരുള്ളൂ. ഇനി വാട്ട് വിൽ ബി ഹിയർ? ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ 5 ഡിജിറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 1 ഇത് 2 അല്ലെ. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എടുക്കേണ്ടത് 50 എന്ന് പറയുന്ന നമ്പറിന്റെ തൊട്ട് 50 എന്ന് പറയുന്ന നമ്പറിന്റെ ഈ ക്യൂബിന്റെ ടേബിളില് ആ 50 ക്യൂബായിട്ട് വരുന്നത് എവിടെയാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ 3ക്കും 4നും ഇടയ്ക്കാണ് 50 വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 37 ഇട്ട് നോക്കാം. എന്നിട്ട് കാരണം 37 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ 47 നോക്കുക. അപ്പൊ 37 എന്തായാലും അതിലേതെങ്കിലും ആയിരിക്കും. അപ്പൊ 37 ഹോൾഡ് ചെയ്യാൻ നോക്കുമ്പോൾ 37 into 37 എന്താ, 7 7s are 49, 4 balance, 7 3s are 21 plus 4 25, 7 3s are 21, 2 balance, 3 3s are 9 10 11. ഇത് ആഡ് ചെയ്യുമ്പോൾ 9 6 3 1. ഇനി വീണ്ടും 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ, 9 7s are 63, 6 balance, 7 6 are 42, 42 plus 6 48, 4 balance, 7 3s are 21 plus 4 25, 2 balance, 1 7s are 7 8 9, 9 3s are 27, 2 balance, 6 3s are 18 19 20, 2 balance, 3 3s are 9 10 11, 1 balance, 1 3s are 3 plus 1 4 അല്ലെ. ഇത് ആഡ് ചെയ്യുമ്പോൾ 3 5 15 അല്ലെ, 6 അല്ലെ, പിന്നെ 10 1 5. കണ്ടോ 56 53 ആയില്ലേ. അപ്പൊ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതേണ്ടത് ഇത്രയാണ്. 37 cube is equal to 37 into 37 into 37, 1369 into 37 is equal to 50653. ഈ രീതിയിൽ വേണം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എങ്ങനെ വന്നു എന്നുള്ളത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. ഗിവൺ നമ്പർ എടുക്കണു, ഫസ്റ്റ് യൂണിറ്റ് പ്ലേസ് എടുക്കണു, അതിന്റെ എന്താണ് 3 എൻഡ് ചെയ്യുന്നത് 7ലാണ്. സോ 7 at the unit place. ഇനി നമ്മൾ ആ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ ഇഗ്നോർ ചെയ്യും, കാരണം എങ്കിൽ 2 ഡിജിറ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യൂബ്സ് ടേബിൾ എടുക്കും, 50 എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് നോക്കും. അപ്പൊ എന്തായാലും 3യുടെയും 4ന്റെ ഇടയ്ക്ക്. അതേസമയം ഇവിടെ വരുമ്പോൾ 3 ഒക്കെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നോക്കും കേട്ടോ. എന്നിട്ട് എന്താണ്, നമ്മൾ ലോവർ നമ്പർ ആണ് ചൂസ് ചെയ്യുന്നത്, അതായത് 3. അപ്പൊ നമുക്ക് 37. അപ്പൊ 37ന്റെ ക്യൂബ് റൂട്ട് 37ന്റെ ക്യൂബ് റൂട്ട് ആണ് 50 653. ഓക്കെ ആണല്ലോ. Then 7th question. A basket consists of 5852 apples is distributed to 3 shops S1, S2, S3 in the ratio 5:6:8. Among them,
30, 40 and 50 respectively be rotten apples to S1, S2 and S3. Then how many good apples be received by S2? അതായത് ഒരു ബാസ്കറ്റില് എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു? 5852 ആപ്പിൾസ് ഉണ്ടായിരുന്നു. അത് 3 ഷോപ്പിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒന്ന് S1, S2, S3. അതിനകത്ത് S1-ല് 30 കേട് പിടിച്ച ആപ്പിൾ ഉണ്ടായിരുന്നു, S2-ല് 40 ആപ്പിൾ ഉണ്ടായിരുന്നു, S3-ല് 50 ആപ്പിൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്താണ്? നാശപ്പിടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ആപ്പിൾസ് S2-ല് എത്ര റിസീവ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്ക് തന്നിട്ടുണ്ട് ഈ മൂന്നിടത്തുള്ള റേഷ്യോ ഇവിടെ 5:6:8 ആണ്. ഇപ്പൊ റേഷ്യോ തന്നാൽ നമുക്ക് അതിനകത്ത് ഓരോന്നിനും എത്ര ഉണ്ടെന്ന് അറിയാലോ. അതായത് മൊത്തം എത്രയാണെന്ന് നോക്കുക. 5 + 6 + 8 ആ റേഷ്യോയുടെ പാർട്ട് നോക്ക്. 5 + 6 എത്രയാണ്? 11, 11, 8, 19 അല്ലേ? അപ്പൊ 5 അതായത് 19-ൽ 5 ഭാഗമാണ്. 5/19 × 5852. ഇതാണ് ഏതെന്ന് പറയുന്നത്? S1-ൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ആപ്പിൾസ്. നമുക്ക് അതിന്റെ S1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ അത് ഞാൻ കൂടെ പറഞ്ഞു പോവുക. അപ്പൊ 5852-നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. കാരണം ഇത് എപ്പോഴും കോമൺ ആയിരിക്കും, എല്ലാത്തിലും വരും. ഇത് നമ്മൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 19 × 2, 19 × 4 വരും അല്ലെ? 19 × 4 നോക്കാം. 9 4s are 36, 3 balance 76 വരും അല്ലെ? അപ്പൊ അതല്ല. 19 × 2 നോക്കാം. 9 2s are 18, 1 balance, 1 2s are 2 + 1 3. 19 × 3 നോക്കാം. 9 3s are 27, 2 balance, 1 3 3 4 5 അല്ലെ? അപ്പൊ 3 വരും, അതായത് 57. ബാലൻസ് 1 15. അപ്പൊ അത് പോവില്ല, അപ്പൊ 0. അടുത്ത എന്ത് ചെയ്താ? 2 എടുക്കുക, കാരണം 15 19-ൽ പോവില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? 19 × 2 അല്ലേ വരേണ്ടത്? 2 വരണമെങ്കിൽ എത്ര വരും? 19 × എന്താ 8 നോക്കാം അല്ലെ? 9 8s are 72 ആണ്. അപ്പൊ 2 7 ബാലൻസ് 188 + 7 എത്ര വരും? 15 വരും അല്ലെ? അപ്പൊ 308 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 × 308 ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്തിട്ട് എല്ലാം മാറി മാറി ചെയ്താൽ മതി. അപ്പൊ 308 × 5 എന്ന് പറയുമ്പോ 8 5s are 40, 4 ബാലൻസ് 0 × 5 0 + 4 4, 5 3s are 15. 1540 ആണ് S1-ൽ കൊടുത്ത ആപ്പിൾസ്. ഇനി അടുത്ത രണ്ടാമത്തത് S2, കാരണം നമുക്ക് S2-ലാണ് വേണ്ടത് അല്ലേ? അപ്പൊ 6 × 308 ചെയ്താൽ മതി. 6 × 308, 308 × 6 അല്ലെ? 8 6 are 48, 4 ബാലൻസ് 0 × 6 0 + 4 4, 6 3s are 18. അപ്പൊ എത്ര ആപ്പിൾസ് കൊടുത്തു? 1848 ആപ്പിൾസ് കൊടുത്തു. പക്ഷെ നമ്മളോട് പറയുന്ന ഗുഡ് ആപ്പിൾസ് എത്രയാണ്? S2-ൽ നാശം എത്ര ആപ്പിൾ ഉണ്ട്? 40 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്ന് എത്രയും കുറച്ചാൽ മതി? 40 അങ്ങ് കുറച്ചാൽ പോരെ? അതായത് 1808 ഗുഡ് ആപ്പിൾസ് ആർ റിസീവ്ഡ് ബൈ S2. S2-ല് നമ്പർ ഓഫ് ഗുഡ് ആപ്പിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 1808. എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇന്ന് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ രീതിയിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രിൻസിപ്പൽ ഈസ് ₹7,500, ദ ഇൻട്രസ്റ്റ് ഈസ് ₹600 ആൻഡ് ദ ടൈം ഈസ് 60 days, ഡിറ്റർമിൻ ദ റേറ്റ്. പ്രിൻസിപ്പൽ 7500, ഇൻട്രസ്റ്റ് 600, ടൈം പീരീഡ് എന്ന് പറയുന്നത് 60 days. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ചെയ്യുക. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ത് ചെയ്യും? PRT/100 ആണല്ലോ. P for principal amount, R for rate of interest, T for time period. അപ്പൊ ഇവിടെ 60 days ആണല്ലേ? നമ്മൾ പെർ ഇയറിലേക്കാണ് എല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡേയ്സിനെ എത്രയിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു വർഷം എത്ര ദിവസമുണ്ട്? നമ്മൾ നോർമലേ ചെയ്യുന്നുള്ളൂ, അതായത് 365 ഡേയ്സിന്റെ കാര്യമാണ് എടുക്കുന്നത്. അപ്പൊ എന്ത് വരും? 60 / 365. ഇപ്പൊ ടൈം നമ്മൾ മാറ്റി. എന്നിട്ട് I = PR × T/100 എന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടുന്ന എന്താണ്? റേറ്റ് ആണ് വേണ്ടത്. അതായത് നമുക്ക് വേണ്ടുന്ന എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടുന്ന എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുകയാണെ. അപ്പൊ
എന്ത് വരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ടി ആണ് എത്രയെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത് ആണല്ലോ. ഇനി ഇതെല്ലാം നമുക്ക് കൊടുക്കാം. നമുക്ക് എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 600 കൊടുക്കുന്നു ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ടി. പി എന്ന് പറയുന്നത് 7500 ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്രയാ? 60 ഡിവൈഡ് ബൈ 365. അപ്പൊ എന്ത് ചെയ്യും? 365 മുകളിൽ വരൂലേ? ഈക്വൽ ടു ആർ. അപ്പൊ ഇതിൽ നിന്ന് ഒരു പൂജ്യവും വെട്ടിക്കളയാം. 6ഉം 6ഉം വെട്ടുമ്പോ 100 ആവും ആണല്ലോ. പിന്നെ എന്തുണ്ട്? 2 പൂജ്യം ഉണ്ട്. ഈ 2 പൂജ്യം ഇവിടെ അങ്ങ് വെട്ടിക്കളയാം. അപ്പൊ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയില്ലേ. ഇനി എന്തുണ്ട്? 3650 ഡിവൈഡഡ് ബൈ 75 ഈക്വൽ ടു 6 ആണ് അല്ലെ. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. 3650 ഡിവൈഡഡ് ബൈ 75. അപ്പൊ 75 ഇൻറ്റു 4 ചെയ്യാം. 5 4 20, 2 ബാലൻസ്, 7 4 28, 29, 30 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു? 4 വന്നു. അപ്പൊ 300 അല്ലെ. അപ്പൊ 65 വന്നു, 650. ഇനി 75 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 5 5 25, 2 ബാലൻസ്, 7 5 35, 36, 37 വരുന്നുള്ളൂ. അപ്പൊ 75 ഇൻറ്റു 8 നോക്കാം. 8 5 40, 4 ബാലൻസ്, 8 7 56, 56 പ്ലസ് 4 600 ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വന്നു? അതും വന്നില്ല അല്ലെ. അപ്പൊ 600 ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അത് പോകത്തില്ലല്ലോ. അപ്പൊ 48 600 ബാലൻസ് എത്ര വന്നു? 50 വന്നു അല്ലെ. അപ്പൊ ഡെസിമൽ ഇടാം 0. 500 എന്ന് പറയുമ്പോ ഏത് വരും? 75 ഇൻറ്റു 7 വരുമായിരിക്കും അല്ലെ. കാരണം 8 തന്നെ 600 വരുന്നുള്ളൂ. അപ്പൊ 75 ഇൻറ്റു 6 നോക്കിട്ടെ. 6 5 30, 3 ബാലൻസ് 42 പ്ലസ് 3 45 വരും. 450 വരും അല്ലെ. അപ്പൊ 48.6 സംതിങ് ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരൊറ്റ കാര്യമായി ഈക്വൽ ടു PNR by 100. അതായത് എങ്ങനെ ഞാൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് ആണെങ്കിൽ എന്താണ്? PRT by 100. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ ഇഫ് മീൻ ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് 6. അപ്പം ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ തന്നിട്ടുണ്ട് 6 എന്ന്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം മീൻ എത്രയെന്ന് തന്നിട്ടുണ്ട്? 6 എന്ന് തന്നിട്ടുണ്ട്. മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എഫ് ബൈ സമ്മേഷൻ എഫ് ആണ് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 2 കോളായിട്ട് എടുക്കാം. ഒന്ന് എക്സും ഒന്ന് എഫും പിന്നെ ഒന്ന് എന്താണ്? എക്സ് എഫും. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 2 4 6 10 ആൽഫ പ്ലസ് 5 അല്ലെ. മറ്റേത് എന്താണ്? 3 2 3 1 2. ഇതാണ് എഫ് എന്ന് പറയുന്നത്. ഇനി എക്സ് എഫ് എന്ന് പറയുന്നത് ഇത് രണ്ടും multiply. 2 into 3 6, 4 into 2 8, 6 into 3 18, 1 into 10 10, 2 into alpha plus 5 അല്ലെ. അങ്ങനെ വരും. ഇങ്ങനെയാ വരുന്നത്. 2 into alpha plus 5. അപ്പൊ എന്ത് വരും? 2 alpha plus 10. അപ്പൊ ഇവിടെ എന്ത് വരും? 2 alpha plus 10. ഇനി ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് സമ്മേഷൻ എഫും വേണം, സമ്മേഷൻ എക്സ് എഫും വേണം. 3 plus 2 5, 5 plus 3 8, 9 10 11 അല്ലെ. ഇനി അടുത്ത് ഇവിടെ ആഡ് ചെയ്യുമ്പോഴോ 6 plus 8 14, 14 plus 10 എത്രയാണ്? 24, 24 plus 8 എത്ര? 32, 32 plus 10 42, 42 plus 10 52. അതായത് 52 plus 2 ആൽഫ എന്ന് വരും. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? എക്സ് ബാറിന്റെ അടുത്ത് 6 കൊടുക്കാം. 52 plus 2 ആൽഫ ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. അതായത് 66 ഈക്വൽ ടു 52 plus 2 ആൽഫ. അപ്പൊ 66 minus 52 is equal to 2 ആൽഫ. 66 minus 52 എന്ന് പറയുമ്പോൾ എത്ര വരും? 14 വരും അല്ലെ. 14 ഈക്വൽ ടു 2 ആൽഫ. ആൽഫ ഈക്വൽ ടു 14 by 2. അതായത് എത്ര വരും? 7 എന്ന് വരും. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എഫ് ബൈ സമ്മേഷൻ എഫ്. അതാണ് ഫോർമുല. മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ആൽഫ എന്നാൽ അത് അങ്ങനെ തന്നെ ഇടുക. അതെടുത്ത് ആഡ് ചെയ്ത് കളയരുത്. അവിടെ എങ്ങനെയാണോ സെയിം പ്രൊസീജിയർ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യുക. ഉണ്ടോ? ഇതെന്താണ്? 52 plus 2 ആൽഫ 11. അപ്പൊ 52 plus 2 ആൽഫ plus 11 is equal to 6. അപ്പൊ ആൽഫയുടെ വാല്യൂ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
A tangent AB at a point A on a circle of radius 15 centimeter meets a line through the center O at a point B such that OB equal to 25 centimeter. A tangent AB at a point A on the circle. അപ്പൊ ഒരു സർക്കിൾ ആണല്ലോ. ഒരു സർക്കിൾ, ആ സർക്കിളിലെ ഒരു ടാൻജന്റ് എ ബി എന്ന് പറയുന്ന ടാൻജന്റ് എൻ എ ബി അറ്റ് എ പോയിന്റ് എ ഓൺ എ സർക്കിൾ. എ ആണ് എന്ത് ചെയ്യുന്ന സർക്കിൾ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ടാൻജന്റ് എന്ന് പറയുന്നത് ആണല്ലോ. ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സർക്കിള്, അതിന്റെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അതിൽ എ ബി ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് എ ബി അറ്റ് എ പോയിന്റ് എ ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്, 15 സെന്റിമീറ്റർ ആണ്. മീറ്റ്സ് എ ലൈൻ ത്രൂ ദ സെന്റർ O അറ്റ് എ പോയിന്റ് P. O എന്ന് പറയുന്ന സെന്ററിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ പാസ് ചെയ്യുവാണ്. എ എന്ന് പറയുന്ന ലൈനിലിട്ട് ബി എന്ന് പറയുന്ന ഒരു ഇത് പാസ് ചെയ്യുകയാണ്. അതിന്റെ എന്ത് തന്നിട്ടുണ്ട്, ആ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഒ ബി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 25 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ എ ബി എത്ര എന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ടാൻജന്റ് നമുക്കിടയിലുണ്ട്, എ ബി ആണ്, എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ്, അതിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ആ സെന്ററിൽ നിന്നും ആ ടാൻജന്റിന്റെ എൻഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം, ഒരു ടാൻജന്റും അതിന് റേഡിയസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് എടുത്തൂടെ. ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, ഈ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ഇവിടത്തെ എന്താണ്, ഒ ബി എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ, എ യു എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് ആണ്, അതുപോലെ എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് മൂന്നും കൂടെ റിലേറ്റ് ചെയ്ത ഒരു റിലേഷൻ ഉണ്ടല്ലോ. ആ റിലേഷന്റെ പേരെന്താ, പൈതഗോറസ് തിയറം അല്ലെ. ഹൈപ്പോട്ന്യൂസും ബേസും ഓൾട്ടിറ്റ്യൂഡും എല്ലാം കൂടെ റിലേറ്റ് ചെയ്തെന്നത് എന്താ, പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് altitude square. Hypotenuse square is equal to base square plus altitude square. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ 25 ആണ് അല്ലെ. അപ്പൊ 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അറിയില്ല. അപ്പൊ 625 ഈക്വൽ ടു 225 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ. അതായത് 625 മൈനസ് 225 ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ 625 മൈനസ് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 400 ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 400 സ്ക്വയർ റൂട്ട്, അതായത് എത്ര വരും, 20. അപ്പൊ ആ 20 ആണ് ഏതെന്ന് പറയുന്നത്, ഈ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ദ ലെങ്ത് ഓഫ് എ ബി ഈസ് 20 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ബോയ് വിത്ത് ഹൈറ്റ് 120 സെന്റിമീറ്റർ ഈസ് വാക്കിംഗ് അവേ ഫ്രം ദ ബേസ് ഓഫ് എ ലാംപ് പോസ്റ്റ് ഓഫ് ഹൈറ്റ് 4.8 മീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 1.5 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഹിസ് ഷാഡോ ആഫ്റ്റർ 3 സെക്കൻഡ്സ്. 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഷാഡോയുടെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ബോയ് ഓഫ് ഹൈറ്റ് 120 സെന്റിമീറ്റർ ഈസ് വാക്കിംഗ് അവേ ഫ്രം ദ ബേസ് ഓഫ് എ ലാംപ് അല്ലെ. ഇതാണ് ഒരു ലാംപ് പോസ്റ്റ്. ഈ ലാംപ് പോസ്റ്റ് ഇതാണ് നമ്മുടെ തറ. ഈ ലാംപ് പോസ്റ്റിൽ നിന്നും ഒരു കുട്ടിയുടെ ഹൈറ്റ് 120 സെന്റിമീറ്റർ, ഇതാണ് ആ കുട്ടിയുടെ ഹൈറ്റ് എന്ന് വെച്ചോ, 120 സെന്റിമീറ്റർ. അപ്പൊ ഇതെല്ലാം ബാക്കിയുള്ള മീറ്റർ ആയതുകൊണ്ട് ഈ 120 സെന്റിമീറ്ററിനെ ഞാൻ മീറ്ററിലോട്ട് ആക്കുകയാണ്. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് എങ്ങനെയാക്കും, 120 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലെ. അതായത് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പൊ എന്തോന്നു, 1.2 മീറ്റർ എന്ന് വന്നു. അപ്പൊ ബോയുടെ ഹൈറ്റ് എത്രയാണ്, 1.2 മീറ്റർ ആണ്. അപ്പോ എന്താണ്, ലാംപ് പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4.8 മീറ്റർ ആണ്. ഈ കുട്ടി നടക്കുന്നത് 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഹൈറ്റ്, ബോയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ലാംപ് പോസ്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ആ കുട്ടി നടക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഹിസ് ഷാഡോ ആഫ്റ്റർ 3 സെക്കൻഡ്സ്. 3 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ എന്ത് കണ്ടുപിടിക്കുക,
ഷാഡോയുടെ നിഴലിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ 3 സെന്റിമീറ്റർ കഴിയുമ്പോഴെന്നല്ലേ, 3 മീറ്റർ എത്രയാണ്, 3 സെക്കൻഡ് കഴിയുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കുട്ടി ആ 3 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു നമുക്ക് കണ്ടുപിടിച്ചൂടെ? കാരണം ടൈം എത്ര വന്നിട്ടുണ്ട്, 3 സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. അപ്പോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻ ടു ടൈം. എപ്പോഴും നമ്മൾ അത് ഓർത്ത് വെക്കുക, റിലേഷൻ സ്പീഡും ഡിസ്റ്റൻസും ടൈം ആയിട്ടുള്ള സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് നമ്മളൊരു ട്രൈട്രയാങ്കിൾ ഓർക്കുക. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത് ഡി എന്ന് പറയുക. ഡി എന്ന് പറഞ്ഞാൽ ഡി അല്ലേ, ഡിസ്റ്റൻസ് അല്ലേ എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. ഒരാൾ ഇന്നിടം വരെ യാത്ര ചെയ്ത് മറ്റു തിരിച്ചു യാത്ര ചെയ്ത് സ്പീഡും ടൈമും മാറാം അല്ലെ. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സമയം കുറയും, സമയം കൂടുന്ന അത് രണ്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഡിസ്റ്റൻസിന് എന്തെയില്ല, മാറ്റമൊന്നുമില്ല. അപ്പൊ ഡിസ്റ്റൻസ് എപ്പോഴും ഒരാൾ ഒരു വലിയ ആളായിട്ട് അവിടെ നിൽക്കും. ഈ സ്പീഡും ടൈമും ആയിട്ട് എഴുതുക. ഇത് സ്പീഡ്, ഇത് ടൈം. ഇനി നോക്കിയേ, ഈ സ്പീഡ് നമുക്ക് മറിച്ച് വെച്ചാൽ എന്ത് ചെയ്യും? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ച് നമുക്ക് ഏത് എഴുതാൻ പറ്റും? സ്പീഡ് ഈസ് ഈക്വൽ ടു, കണ്ടോ സ്പീഡ് എന്ന് പറയുന്നത് ഇത്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതേപോലെ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നേരെ ആണെങ്കിൽ ഇൻറ്റു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1.5 ഇൻറ്റു 3 അല്ലെ. 1.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 4.5 മീറ്റർ അല്ലെ. 115 ഇൻറ്റു 3 ആണ്. 5 3 are 15, 1 balance 133 plus 1 4. ഒരു ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ എത്ര കിട്ടി? 4.5 മീറ്റർ എന്ത് യാത്ര ചെയ്തു? ആ കുട്ടി യാത്ര ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹൈറ്റ് ഓഫ് ലാംപ് പോസ്റ്റ് ഈസ് ഈക്വൽ ടു 4.8 മീറ്റർ. ഹൈറ്റ് ഓഫ് ബോയ് 120 സെന്റിമീറ്റർ, അതായത് 120 ഡിവൈഡഡ് ബൈ 100, അതാണ് 1.2 മീറ്റർ. സ്പീഡ് ഇൻറ്റു ടൈം ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കുട്ടി എത്ര യാത്ര ചെയ്തു എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 1.3 ഇൻറ്റു 4 ആണ്. ഇനി ആ കുട്ടി സഞ്ചരിച്ചപ്പോഴത്തേക്കും ആ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടി? എക്സ് എന്ന് കിട്ടി. അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ലാംപ് ടു ടിപ്പ് ഓഫ് ഷാഡോ എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും ഷാഡോ എന്ന് പറയുന്ന എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഇത്രയും എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതുവരെ എക്സ് ആണ്, കുട്ടിയുടെ ഷാഡോ ഇതാണ്. അപ്പൊ ഇതാണ് എക്സ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെ 4.5 ആണ്. അപ്പൊ ഈ ലാംപ് പോസ്റ്റ് ഇത് മുതൽ ഇതുവരെ എന്താണ്? 4.5 പ്ലസ് എക്സ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കുമ്പോ ഇത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാൻ പറ്റും ആണല്ലോ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ, ഇത് അതിന്റെ ചെറിയ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അതിന്റെ സൈഡ്സ് പ്രപ്പോർഷണൽ അല്ലേ. ആ ഒരൊറ്റ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ലാംപ് പോസ്റ്റും ഷാഡോയും ബോയ് ഷാഡോയും ഇതെല്ലാം രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് എടുത്താൽ ആ ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. അപ്പൊ എന്തെടുക്കാം? ഹൈറ്റ് ഓഫ് ലാംപ് പോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ടിപ്പ് ടു ഷാഡോ. ഹൈറ്റ് ഓഫ് ലാംപ് പോസ്റ്റ്, അതായത് ഇതാണ് ലാംപ് പോസ്റ്റ്, ഇതും പിന്നെ ഇതാണ് ഹൈറ്റ് ലാംപ് പോസ്റ്റ്. ഇത് ആ കുട്ടിയുടെ നിഴലും ആ ടിപ്പ് ഓഫ് ഇത് വരെയും. പിന്നെ എന്താണ്? കുട്ടിയുടെ ഹൈറ്റും അതിന്റെ അടുത്തതിന്റെ ഇതും അല്ലെ. അപ്പൊ ആ രീതിയാണ് ഇവിടെ നോക്കുന്നത്. ഹൈറ്റ് ഓഫ് ലാംപ് പോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ടിപ്പ് ഓഫ് ഷാഡോ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ബോയ് ബൈ ലെങ്ത് ഓഫ് ഷാഡോ. അപ്പൊ ഹൈറ്റ് ഓഫ് ലാംപ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടി? 4.8 കിട്ടി അല്ലെ. 4.8 ഡിവൈഡഡ് ബൈ 4.5 പ്ലസ് എക്സ് ഈക്വൽ ടു 1.2 ഡിവൈഡ് ബൈ എക്സ്. ഇത് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് വരും? 4. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും? 4.8 into x equal to 1.2 into 4.5 plus x എന്ന് വരും അല്ലെ. അപ്പൊ 4.8x equal to 1.2 into 4.5 അല്ലെ. 45 into 12 എത്രയാന്ന് നോക്കിയാൽ മതി. 5 2s are 10, 1 balance 4 2s are 8 plus 1 9, 1 5s are 5, 1 4s are 4, 0 14 1 5 40. ഇപ്പൊ രണ്ട് ഡിസ്റ്റൻസ് 5.4 വരും അല്ലെ. 5.4 plus 1.2x. അപ്പൊ എന്ത് വരും? 4.8x minus 1.2x equal to 5.4. അതായത് 4.8ഉം അത് വരുമ്പോ 6, 4 minus 1 3.6x is equal to 5.4. x equal to 5.4 divided by 3.6 അല്ലെ. ഈ ഡെസിമൽ മാറ്റാൻ വേണ്ടി രണ്ടിടത്തും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 54 divided by 36. 9 4s are 36. 9 എത്ര വരും? 9 6 are 54. വീണ്ടും എന്ത് വരും? 2 3 വരും അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? 3/2, that is 1.5. So after 3 seconds the length of boy's shadow is 1.5 meters. അതായത് ബോയുടെ നീളം 1.2 meters ആയിരുന്നു. 3 seconds കഴിഞ്ഞപ്പോഴത്തേക്ക് ബോയുടെ ഷാഡോ എത്രയായി? 1.5 meters ആയി.
ഓക്കെ ആണല്ലോ. Next, find the percentage of increase in the surface area of a cube if each side of the cube is doubled. അപ്പൊ പെർസെന്റേജ് എത്ര ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആക്ച്വലി നമ്മുടെ ക്യൂബിന്റെ കാര്യത്തിൽ എന്താണ് ക്യൂബിന്റെ പ്രത്യേകത 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അതിന്റെ ഒരു സൈഡ് നമ്മളിപ്പം എ എന്ന് എടുത്താൽ വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്? ക്യൂബ് 6a². വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ്? എ ക്യൂബ് ആണ് വോളിയം. വോളിയം എന്ന് പറയുന്ന എ ക്യൂബും സർഫസ് ഏരിയ 6a². ഈ സൈഡ് ഓഫ് ദി ക്യൂബ് ഈസ് ഡബിൾഡ്. അതായത് എ എന്ന് പറയുന്നത് എന്തായി മാറി? 2a എന്നായിട്ട് മാറി. ഒരു സൈഡ് 2a ആവുന്നത് ഓരോന്നും. അപ്പൊ ഇവിടുത്തെ സർഫസ് ഏരിയ എന്തായിരിക്കും? 6 ഇൻറ്റു 2a സ്ക്വയർ വരും അല്ലെ. അതായത് 6 ഇൻറ്റു 4a². അതായത് എന്ത് വരും? 24a² വരും അല്ലെ. അപ്പൊ സർഫസ് ഏരിയ എന്ത് വരും? 24a² വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ഹൗ മച്ച് പെർസെന്റേജ് ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സർഫസ് ഏരിയയിൽ ഉണ്ടായ ഇൻക്രിമെന്റ് ആദ്യം കണ്ടുപിടിക്കും. നമ്മുടെ പഴയ സർഫസ് ഏരിയ 6a² ആയിരുന്നു. പുതിയ സർഫസ് ഏരിയ 24a² ആയിരുന്നു. അപ്പൊ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 24a² മൈനസ് 6a² വരും അല്ലെ. അതായത് 24 മൈനസ് 6 എന്ന് പറയുന്നത് എത്ര വരും? 18a² വരും. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ഡിവൈഡ് ബൈ ഓൾഡ് ഇൻറ്റു 100. അപ്പൊ 18a² ബൈ 6a² ഇൻറ്റു 100. a² ക്യാൻസൽ ആകും. 18 6 കൂടെ പോകുമ്പോൾ 3 വരും. 300% ആണ് എന്ത് വരുന്നത്? ഇൻക്രിമെന്റ്. ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യമാണ്: സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ആൻഡ് ദ വോളിയം ഓഫ് ദി ക്യൂബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് cos θ പ്ലസ് sin θ ഈസ് ഈക്വൽ ടു റൂട്ട് cos θ, പ്രൂവ് ദാറ്റ് cos θ മൈനസ് sin θ ഈസ് ഈക്വൽ ടു റൂട്ട് 2 sin θ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. തന്നിട്ടുള്ളതിൽ നിന്നും ഞാൻ sin θ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റൂട്ട് 2 cos θ, ഈ പ്ലസ് cos θ ഇപ്പൊ തരുമ്പോ എന്ത് വരും? മൈനസ് cos θ ആവും അല്ലെ. എന്നിട്ട് cos θ അവിടെ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? റൂട്ട് 2 മൈനസ് 1 എന്ന് വരും. ആണോ? അപ്പോ sin θ ഈസ് ഈക്വൽ ടു cos θ ഇൻറ്റു റൂട്ട് 2 മൈനസ് 1. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ cos θ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കുന്നു, sin θ ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് 1. ഈ റൂട്ട് 2 മൈനസ് 1 അപ്പൊ ഇവിടെ താഴെ പോയില്ലേ? അതാണ് അവിടെ എഴുതിയത്. ഇനി ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? റാഷണൽ നമ്പർ വരാൻ പാടില്ല. അതും നമ്മൾ അതിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ മീൻസ് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ. അപ്പൊ റൂട്ട് 2 മൈനസ് 1, റൂട്ട് 2 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൈൻ മാറും അല്ലെ. റൂട്ട് 2 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 പ്ലസ് 1 ആണ്. അപ്പൊ റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. അപ്പൊ എന്ത് വരും? sin θ ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് കിടക്കുന്നേ. അപ്പൊ അവിടെ നമുക്ക് എന്തെക്കാം? sin θ ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. അതായത് റൂട്ട് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അതായത് sin θ ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1 വരും. sin θ ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1. എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഇവിടെ sin θ അല്ലേ വരേണ്ടത്. അതുകൊണ്ട് എല്ലാത്തിനെയും ടേംസ് സൈനിലോട്ട് ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പൊ ആൻസർ കോസ് ആയിരുന്നെങ്കിൽ കോസിലോട്ട് ആക്കാം. അപ്പൊ ഞാൻ എന്തിട്ട് എടുക്കുന്നു? cos θ മൈനസ് sin θ ഈസ് ഈക്വൽ ടു cos θയുടെ സ്ഥാനത്ത് എനിക്ക് ഇപ്പൊ കിട്ടിയ സാധനം ഞാൻ കൊടുക്കുന്നു, sin θ ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 മൈനസ് sin θ. എന്നിട്ട് രണ്ടിടത്തുനിന്നും sin θ കോമൺ ആയിട്ട് എടുക്കുന്നു. കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഇവിടെ റൂട്ട് 2 പ്ലസ് 1, ഇവിടെ നിന്ന് ബാക്കിയാണ് മൈനസ് 1. ഈ പ്ലസ് 1 മൈനസ് 1 വെട്ടിപ്പോവും. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് 2 sin θ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതായത് കൊണ്ടാണ് വി ക്യാൻ യൂസ് ദിസ് ടൈപ്പ്. ഓക്കെ, അതായത് ഇത് ചെയ്യാനായിട്ട് പല രീതിയിലുണ്ട്. വേണമെങ്കിൽ ഇതിന് നമുക്ക് tan θ ആക്കാം, എന്നിട്ട് റിലേഷൻ എടുക്കാം, പല രീതിയിൽ ചെയ്യാം. ദ ഈസിയസ്റ്റ് വേ ഇസ് ദിസ് വൺ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്? ഫൈൻഡ്